കഴിഞ്ഞ ദിവസം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് തിരുമേനിയുടെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. വയനാടൻ മേഖലകളിൽ കർഷകർ നേരിടുന്ന വന്യജീവി ആക്രമണങ്ങളെപ്പറ്റിയും പ്രാണൻ പണയം വെച്ച് അവർ നടത്തുന്ന അതിജീവന ശ്രമങ്ങളെയും പൂർണ്ണമായി മനസ്സിലാക്കി അവരുടെ വേദനകൾ പുറം ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു ആ കുറിപ്പിലൂടെ തിരുമേനി ചെയ്തത്. ആ കുറിപ്പ് കണ്ടപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ആദ്യം ആ കുറിപ്പൊന്ന് കേൾക്കാം. അടുത്തിടെയായി വരുന്ന നിരന്തരമായ വാർത്തകൾ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതുന്നത്. നിരന്തരമായ മുറവിളികളും പ്രതിഷേധങ്ങളും അവിടെയായി ഉയരുന്നുണ്ടെങ്കിലും വേണ്ടതായ ഒരു കരുതൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരം പരസ്യമായ ഒരു പ്രതികരണത്തിന് മുതിരുന്നത്. വയനാട് സുൽത്താൻ ബത്തേരി ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് ഭാഗങ്ങളെല്ലാം കുടിയേറ്റ കർഷകരുടെയും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെയും ആശ്രയ മണ്ണാണ്. വളരെ ചുരുങ്ങിയ ശതമാനം ആളുകൾ മാത്രമേ അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ ജീവിക്കുന്നുള്ളൂ. ഭൂരിഭാഗവും പലവിധ കഷ്ടപ്പാടുകളിലും മണ്ണിനോട് പൊരുതിയും പ്രകൃതിയോട് മല്ലടിച്ചും ജീവിതം തള്ളി നീക്കുന്നവരാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഇതിനു പുറമെ വരുന്ന മറ്റ് പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പറയാൻ കഴിയും. വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ഞാൻ ഇവിടെ ജീവിതം ആരംഭിച്ചിട്ട്. എങ്കിലും ഇന്ന് ഞാൻ അവരിൽ ഒരാളാണ്. അവരുടെ കഷ്ടതയും പ്രയാസവും എൻ്റേതുകൂടെയാണ് എന്ന ബോധ്യം നിശബ്ദമായിരിക്കുവാൻ എന്നെ അനുവദിക്കുന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായി വന്യമൃഗങ്ങളുടെ ശല്യം മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമായി. വയനാട് സുൽത്താൻ ബത്തേരി മേഖലകളെ വല്ലാതെ ഭീതിയിലാഴ്ത്തുന്നു. പ്രകൃതിയുടെ ഇത്തരം പ്രതിഭാസങ്ങളെ നേരിട്ട് ജീവിത പരിചയമുള്ളവരാണ് എങ്കിൽ പോലും ഈ അടുത്ത കാലത്തുണ്ടാകുന്ന വന്യമൃഗങ്ങളുടെ ശല്യം ഈ നാട്ടുകാരുടെ സ്വൈര ജീവിതത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഉറ്റവർ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ആളുകൾ വളരെ ക്രൂരമായി കൊല്ലപ്പെടുന്നു. അപകടത്തിൽ പലരും അംഗഹീനരാകുന്നു. ഭയപ്പാടോടെ അല്ലാതെ ജീവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ ഇന്നിവിടെ നിലനിൽക്കുന്നു. ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ. ഇത്ര ക്രൂരമായ ഒരു ജീവിത സാഹചര്യം നേരിടുമ്പോഴും ഈ പാവപ്പെട്ട ജനത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാരിന് യോജിച്ചതല്ല. അടിയന്തരമായ നടപടി എടുത്തേ മതിയാകൂ. കൃഷിയിടങ്ങൾ പാടെ നശിപ്പിക്കപ്പെടുന്നു. ലോൺ എടുത്തും മറ്റും ചെയ്യുന്ന കൃഷിയിടങ്ങൾ ഇത്തരത്തിൽ അക്രമം മൂലം നശിപ്പിക്കപ്പെടുമ്പോൾ പല കർഷകരും ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ലെന്ന് നെടുവീർപ്പിടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ നിസ്സംഗതയോടെ അതിനെ നോക്കിക്കാണുന്നത് ഖേദകരമാണ്. മറ്റു ജില്ലകളിലെ ആളുകളെ പോലെ തന്നെ ഇവിടെയുള്ള പാവപ്പെട്ടവർക്കും സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന നടപടികൾ അടിയന്തരമായി ഉണ്ടാകണം. മൃഗങ്ങളുടെ ആക്രമണത്തെ പറ്റിയുള്ള പേടിപ്പിക്കുന്ന നിരന്തരമായ വാർത്തകൾ വന്നിട്ടും യുദ്ധകാല അടിസ്ഥാനത്തിൽ അടിയന്തരമായ ഒരു ശ്രദ്ധ ഈ മേഖലയ്ക്ക് ഉണ്ടാകാത്തത് ശക്തമായ പ്രതിഷേധത്തിന് വഴിവെക്കുന്നതാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസന മെത്രാപ്പോലീത്ത എന്ന നിലയിൽ ഈ ജനത്തോട് ചേർന്നല്ലാതെ എനിക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. വന്യമൃഗങ്ങളുടെ ശക്തമായ സാന്നിധ്യമുള്ള ഈ മേഖലയെ ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തരമായി സന്ദർശിക്കുകയും ശാശ്വതമായ ഒരു സമാധാന പരിഹാര മാർഗം ഉണ്ടാക്കുകയും വേണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. കേട്ടല്ലോ, ഇങ്ങനെ വേണം പിതാക്കന്മാർ. തീർച്ചയായും സഭാപിതാക്കന്മാർ ആഡംബര കാറുകളിൽ വന്നിറങ്ങി സുവിശേഷം പ്രസംഗിച്ച് മടങ്ങിപ്പോകേണ്ടവരല്ല. അവർക്ക് സാധാരണക്കാരുടെ ജീവിതങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാകണം. അതില്ല എന്നല്ല പറയുന്നത്. പലപ്പോഴും അത് പ്രകടിപ്പിക്കാറില്ല എന്നത് വേദനാജനകമായ വസ്തുതയാണ്. പക്ഷേ സഭ പരിശുദ്ധന്മാരെന്ന് പ്രഖ്യാപിക്കുകയും കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സഭാപിതാക്കന്മാരൊന്നും അങ്ങനെ ആയിരുന്നില്ല. ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധ പിതാവായിരുന്ന വലിയ മാർ അത്താന്യൂസിസ് തിരുമേനി പറയുന്നുണ്ട്, ദൈവത്തെ അറിയണമെങ്കിൽ ആദ്യം മനുഷ്യനെ അറിയണമെന്ന്. മനുഷ്യൻ്റെ വേദനകളെ കാണുവാൻ കണ്ണില്ലാത്തവന് ദൈവത്തെ കാണാൻ സാധിക്കില്ല. അവൻ്റെ നെടുവീർപ്പുകളെ കേൾക്കാൻ ചെവിയില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ മൃദുസ്വരം കേൾക്കാനും സാധിക്കില്ല. അത് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് പരിശുദ്ധനായ ബസേലിയോസ് തിരുമേനി ആശുപത്രികളും സ്കൂളുകളും തുടങ്ങാൻ ഓടി നടന്നതും പരിശുദ്ധനായ അപ്രയം തിരുമേനി ഏകാന്തവാസം വിട്ട് ജനത്തെ ശുശ്രൂഷിക്കാനായി ഓടിയെത്തിയതും. അതേ ബോധ്യമുള്ളതുകൊണ്ടാണ് ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയും സ്തേഫാനോസ് മാർ തെവോദോസിയോസ് തിരുമേനിയും സമൂഹത്തിൽ ഒന്നുമാകാൻ കഴിയാതെ പോയ പരാജയപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് സമൂഹത്തിൽ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ആ കാഴ്ചപ്പാടുകൾ ഈ കാലത്തും കൊച്ചു തിരുമേനിമാരിലും കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബർണബാസ് തിരുമേനി പല ഭാഷകളിലും അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. ദൈവശാസ്ത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ആഴമേറിയ അറിവും പരിജ്ഞാനവും പാണ്ഡിത്യവുമുണ്ട്. അങ്ങനെ അറിവുള്ള അനേകർ സഭയിലുണ്ട്. പക്ഷേ അവരിൽ അവിരമിക്കുമ്പോൾ തൻ്റെ കാഴ്ചയ്ക്ക് താഴെ വേദന അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചതാണ് ബർണബാസ് തിരുമേനിക്ക് ലഭിച്ച ദൈവിക കൃപ. ഏതായാലും
ആഴങ്ങളിലേക്ക് ദൈവത്തെ അറിയുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും സഹജീവികളുടെ നിസ്സഹായതകളെ കൂടുതൽ മനസ്സിലാക്കുവാനും തിരുമേനിക്ക് സാധിക്കട്ടെ. ഈ ആവശ്യങ്ങൾ തിരുമേനി നവകേരള സദസ്സിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. മലങ്കര സഭയിലെ എല്ലാ തിരുമേനിമാർക്കും പുരോഹിതർക്കും അത് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.